നമുക്ക് റേഷൻ അരി വെച്ചിരുന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇത് 4 മണിക്കൂർ കുതിരാൻ വെച്ച അരിയാണ്. അതിനെ ഒന്ന് അരച്ചു കൊണ്ടുവരണം. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇഷ്ടത്തിനിടാം. നമുക്ക് കൂടുതൽ വേണേൽ കൂടുതലിടാം. പിന്നെ ഇത്തിരി ജീരകം ചേർക്കണം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ഞാനിപ്പോൾ ഈ തേങ്ങ കുതിർത്തി വെച്ചേക്കുവാ 4 മണിക്കൂറിട്ട്. ഇതൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ. ഇത്തിരി ജീരകം ഇതിലിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ. അരി പൊടിച്ചെടുത്ത് ചെറിയ തരിയോടുകൂടിയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇത്തിരി തരി വേണം. അതിനകത്ത് ജീരകം ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ അമ്മ പണ്ട് എൻ്റെ ചെറുതിലേ തൊട്ട് ഉണ്ടാക്കുന്ന. അമ്മയൊന്നും ഉണ്ടാക്കുന്ന ഇങ്ങനെ മിക്സിയിലൊന്നുമല്ല, അരകല്ലിൽ അരച്ച് അത് നെല്ല് കുത്തുന്ന അരി, അതിൻ്റെ പൊടിയരി കിട്ടും. അപ്പോൾ അതെടുത്ത് കുതിർത്തിട്ട് അരകല്ലിൽ വെച്ച് അരച്ച് ഇങ്ങനെ ഇഡ്ഡലിക്കുട്ടത്തി വെച്ചൊന്നുമല്ല, വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കും. ഈ തേങ്ങയും കൂടി ഇട്ടേ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൂടെ ചേർക്കും. ആവശ്യത്തിന് ഉപ്പിടാം. ഒത്തിരി ഇട്ട് ഇളക്കി നോക്കാം. മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ ചെറുതായിട്ട് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കുഴയ്ക്കുകയാണ്, ഉരുട്ടാൻ പാകത്തിന് കിട്ടാൻ. ഉരുട്ടി അങ്ങോട്ട് വെക്കണം. എന്നിട്ട് കുഞ്ഞും ഇത് മൊത്തം അങ്ങ് കഴിച്ച് തീർക്കും. പറഞ്ഞില്ലേ മുത്തശ്ശി ഇങ്ങനെ അരകല്ലിൽ വെച്ച് അരച്ച് ജീരകവും തേങ്ങയും അരിയും കൂടെ അരയ്ക്കും. അരി അരച്ച് പിന്നെ ജീരകവും തേങ്ങയും കൂടെ അരച്ചിട്ട് അത് മിക്സ് ചെയ്ത് ഉരുട്ടി വെള്ളം തിളപ്പിച്ച് അടുപ്പത്ത് വെച്ച് ആ വെള്ളത്തിലാണ് ഇത് പുഴുങ്ങാനിടുന്നത്. എന്നിട്ടത് വെന്ത് വരുമ്പം ഊറ്റിയിട്ട് ആ വെള്ളം ഞങ്ങളൊക്കെ കുടിക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പും തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് അത് കുടിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, അത് കലങ്ങിപ്പോയില്ല. വെള്ളം ഇത്ര വലിയ ഉണ്ട ഇട്ടത് വെന്ത് വന്നപ്പോൾ ഇത്രയായി. ബാക്കി ആ വെള്ളത്തിൽ കലങ്ങിപ്പോയി. അതോടെ ഞാൻ ആ വെള്ളത്തിലിട്ടുണ്ടാക്കുന്ന പരിപാടി നിർത്തി. അപ്പോൾ നമ്മൾ ഇഡലി കുട്ടകത്തി വെച്ച് ആവി പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ പൊടിഞ്ഞു പോത്തും വെള്ളത്തിൽ കലങ്ങത്തൊന്നുമില്ല. അപ്പോൾ ഇത് കുഴച്ച് റെഡിയായി. ഇനി ഇത് ഉരുട്ടി ആവിയിലങ്ങോട്ട് വെക്കാം. വെള്ളം തിളപ്പിക്കാൻ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കിടക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയും. എളുപ്പം ഉരുട്ടി നോക്കുമ്പോഴേ പെട്ടെന്ന് ആവി വന്നാൽ 5-10 മിനിറ്റ് വേണ്ട. നെല്ലുണ്ടേക്കാം അപ്പോൾ എളുപ്പം കഴിയും. ഇത് എത്ര എണ്ണം ഉണ്ടാക്കും? ഇതിപ്പോൾ ഉരുട്ടി വെക്കുമ്പോൾ നോക്കാം. ഇതൊരു 10 എണ്ണത്തിൽ കൂടുതലൊക്കെ വെക്കാം. വലിയുണ്ടയാവുമ്പം കുറയും, ചെറിയ ഉണ്ടയാവുന്നെങ്കിൽ കൂടുതൽ കിട്ടും. ഇവിടെ അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടമായത്. നല്ല ടേസ്റ്റാണ്. കഴിച്ചു നോക്കും. എനിക്ക് മധുരം വെക്കുന്നത് വലിയ ഇഷ്ടം. ഞങ്ങൾക്കിതാ ഇഷ്ടം മധുരം വെക്കാത്തത്. ഞാനിവിടെ രാമായണ വായനയൊക്കെ നടത്തുമ്പോഴേ വായനയ്ക്ക് സ്ഥിരം ഉണ്ടാക്കും. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത്. എല്ലാവരും നല്ലപോലെ കഴിക്കുകയും ചെയ്യും. എല്ലാ വർഷവും ഇത് തന്നെ ഉണ്ടാക്കാനും പറയും. ഞാൻ ഉണ്ടാക്കിക്കോട്ടെ. ഒരെണ്ണം ഇട്ടിക്കും. ഇതുപോലെ ഉരുട്ടണം. ഇങ്ങനെ ഞെക്കുക, ഇങ്ങനെ കൈ പിടിക്കുക. നമ്മൾ നാളെ കുഞ്ഞു കളിയിടയ്ക്കൊക്കെ ഉരുട്ടിയില്ലേ, അതുപോലെ വലുതാവണമെന്നേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ മാവുണ്ട ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ അതിന് പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചാൽ മതി. നീ കൂടുതൽ ഉരുട്ടി അത് പൊടിച്ച് കളയണ്ട. ഇനി ഉണ്ടോ ഞങ്ങൾ വെക്കാം തന്നെ. ഇതാ കൈ ഏതായാലും മുട്ടത്. അമ്മനുരുട്ടി ഉണ്ട പ്രത്യേകം അറിയണേ, അതിൻ്റെ ഷേപ്പ്. ആവി വന്ന് നല്ലപോലെ വെന്ത് നമുക്കെടുത്ത് നോക്കാം. ഒരെണ്ണം ഒന്ന് എടുത്ത് മുറിച്ച് നോക്കാം. ശരിക്കും വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്ന കുഴക്കട്ട എന്നാണ് ഇവിടെ പറയുന്നത്. പുഴുക്കലരി കൊണ്ടുള്ള കുഴക്കട്ട. അപ്പോൾ ഇതെല്ലാം എടുക്കുവാണ്. അടുപ്പ് ഓഫ് ചെയ്തിട്ട്
എല്ലാം എടുത്തൊരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാം. ചൂടായപ്പോൾ കഴിക്കാനും പറ്റില്ല, അങ്ങനെ ആവി അത് വായിലോട്ട് വെക്കാനേ പറ്റില്ല. കുഞ്ഞിന് എത്ര എണ്ണം കിട്ടിയെന്നല്ലേ അറിയാമോ? 3, 6, 9, 10, 14 കിട്ടി. 1 ഗ്ലാസ് അരിയായിട്ടുള്ള മമ്മ. ഇഷ്ടമായോ? എനിക്കിഷ്ടം. ഞാൻ ആദ്യം ഇട്ടായിരിക്കും. നമുക്കിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇന്നും ദിവസം നമുക്ക് ഉണ്ടാക്കി തരാം. റേഷനരി കിട്ടുമ്പോൾ എല്ലാം ഇത് വെച്ചുണ്ടാക്കി കുഞ്ഞിനിങ്ങനെ കൊണ്ട് തരും. ചൂടാറിയില്ലേ? നിങ്ങളും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ ബൈ.